ഞാൻ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് നമുക്ക് വാട്സപ്പിൽ ഉണ്ടാക്കാം എന്നാണ്. ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. വാട്സപ്പിൻ്റെ ചാറ്റ് സ്ക്രീനിൻ്റെ ഇടത്തെ അറ്റത്ത് മുകളിൽ ആരും അധികം ഉപയോഗിക്കാത്ത ഒരു ഫീച്ചറുണ്ട്. ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് എന്നാണിത് അറിയപ്പെടുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് ഒരേ സമയം ഒരേ മെസ്സേജ് വിവിധ ആളുകൾക്ക് അത് ആർക്കൊക്കെ അയച്ചു എന്ന് ലഭിക്കുന്നവരറിയാതെ തന്നെ പലർക്കും അയക്കാൻ സാധിക്കും. ഇമെയിലുകളിലെ BCC ബട്ടനോട് ഏറെക്കുറെ സാദൃശ്യമുള്ളതാണിത്. പാർട്ടി ഇവൻറ്റുകൾക്കും മറ്റും കുറേ പേരെ ഒരുമിച്ച് ക്ഷണിക്കാൻ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഒരു ഗ്രൂപ്പിൽ അയക്കുന്ന സന്ദേശങ്ങൾ പൊതുവായി ആ ഗ്രൂപ്പിലുള്ളവർക്കാണ്. എന്നാൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലൂടെ അയക്കുന്ന സന്ദേശങ്ങൾ വ്യക്തിഗതമാണ്. നേരത്തെ നമുക്കൊരു മെസ്സേജ് എത്ര പേർക്ക് വേണേലും ഒരേ സമയത്ത് ഫോർവേഡ് ചെയ്യാമായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് അപ്ഡേഷന് ശേഷം 5 പേർക്ക് മാത്രമേ ഇപ്പോൾ ഒരേ സമയത്ത് മെസ്സേജ് ഫോർവേഡ് ചെയ്യാൻ സാധിക്കൂ. ഇനി നമുക്ക് എങ്ങനെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ പ്രസ് ചെയ്യുക. അപ്പോൾ 3-4 ഓപ്ഷൻസ് വരും. അതിൽ നിന്ന് ബ്രോഡ്കാസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള കോണ്ടാക്റ്റ് എല്ലാം സെലക്ട് ചെയ്യുക. 256 കോണ്ടാക്ട്സ് വരെ നമുക്കൊന്നിച്ച് സെലക്ട് ചെയ്ത് അതൊരു ഗ്രൂപ്പ് പോലെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നതാണ്. ആവശ്യമുള്ള കോണ്ടാക്ട്സ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ഹെഡറിൽ പ്രസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് നെയിം നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മീഡിയ-ടി എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിനിയും മെമ്പേഴ്സിനെ ആഡ് ചെയ്യണമെങ്കിൽ എഡിറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വീണ്ടും മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം. അങ്ങനെ മീഡിയ-ടീം എന്ന ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. എന്നിട്ട് ചാറ്റ് ബോക്സിൽ വന്ന് നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് പോലെ തന്നെ അവിടെ മീഡിയ-ടീം എന്ന ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് സേവ് ചെയ്ത് കിടക്കുന്നത് കാണാൻ പറ്റും. അതിലേക്ക് ജസ്റ്റ് എൻട്രി ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള മെസ്സേജ് അതിലൂടെ ഫോർവേഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലൂടെ മെസ്സേജ് ഫോർവേഡ് ചെയ്താലും നമ്മുടെ നമ്പർ സേവ് ചെയ്തിട്ടില്ലാത്ത ആളുടെ വാട്സപ്പ് മെസ്സേജ് റിസീവ് ആകില്ല. അതുകൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നമ്പർ അവരുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം.